പെട്ടെന്ന് തുടങ്ങാം. വാ. ഇതിപ്പോ ഒത്തിരി പേര് കമന്റ്സ് വരുന്നത് ഉണ്ടാക്കിക്കോ, എന്തിനീ കഴിച്ചു കാണിക്കണേ. നമ്മൾ മാങ്ങ എറിഞ്ഞിട്ട് അത് കഴിക്കുമ്പോഴേ എൻ്റെ ഇത് കിട്ടുള്ളൂ. അതേപോലെയാണ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈ ആണ്. ഈ ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ സ്ട്രെസ് പോകുന്നു പറയുന്നല്ലേ, കുക്ക് ചെയ്തിട്ട് ഭക്ഷണം സ്ട്രെസ് പോകും, സത്യമാണ്. അതെ, ഞാൻ ഭയങ്കരമൊക്കെ മുഴുവനായിട്ട് ഇരിക്കുമ്പോഴേക്കും ഞാൻ നല്ലൊരു കൂർക്കൻ ബീഫോ അല്ലെങ്കിൽ നല്ല മീൻ കറി കൂടി ചോറ് വെച്ചിട്ട് ഇതെല്ലാം മാറും. സന്തോഷം. ഇപ്പൊ ഷെഫ്മാർക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഫോളോ കഴിഞ്ഞാൽ 6 ദിവസം അത് കഴിഞ്ഞാൽ മാറും. 7 ദിവസം ഞാൻ ചോറ് ചോറില്ലാണ്ട് പറ്റില്ല. ചോറ് എനിക്ക് ഒരു നോൺ വെജ് ആയിക്കോട്ടെ, ബീഫ് കറിയോ എല്ലാം. ബീഫ് എടുക്കുക, ഒണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീഫ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി തിരുമ്മ കുക്കറിൽ വെക്കുക. ഒരു 5 വിസിൽ, 5-6 വിസിൽ കറി റെഡിയായി. ഞാൻ അതിൽ വേറെ ചെയ്യാനില്ല. നോൺ വെജ് ആയതുകൊണ്ട് ഒരു വെജ് റെസിപ്പി എനിക്ക് താല്പര്യമില്ല. ഫേവറേറ്റ് നോൺ ആണ്. ഞാൻ കൂടുതൽ ഞങ്ങളറിയാം, ഞാൻ കൊച്ചി കടലിൽ തിളക്കുന്ന ആൾക്കാരാണ്. നമ്മൾ 3 നേരം ഫിഷ് കഴിക്കുന്ന ആൾക്കാർ. പിന്നെ കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ, മീൻ തിളപ്പിച്ചതെന്ന് പറയാം. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ഫിഷ് കറി. അത് ഇതുപോലെ കൂടുതൽ ജിഞ്ചർ, ചെറിയുള്ളി വേണം, ഇതെല്ലാം കൂടി ചതക്കുന്നല്ലോ, നല്ല ക്രഷ് ചെയ്യും. വെളിച്ചെണ്ണ വെച്ചിട്ട് ഇത് മൂപ്പിക്കും. സൂപ്പർ സ്മെല്ല് വരും. സ്മെല്ല് വരുമ്പോഴേക്കും അതിനകത്തേക്ക് മുളക് പൊടി, കുറച്ച് മുളക്. ആക്ച്വലി ഇതിന്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിന്നായിരിക്കും, രസം കിടക്കുന്ന പോലെ കിടക്കും. അതിലേക്ക് ഏറ്റവും ഫ്രഷ് ഫിഷ് ഞങ്ങളുടെയൊക്കെ വല വലിക്കുമ്പോഴേക്കും ഒരു കോരി തന്നെ പല മീനായിരിക്കും. ചെമ്മുള്ളനുണ്ടാവും, മാലനുണ്ടാവും, എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും. അതിന്റെ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ചൂട് ചോറും മിക്സ് കഴിച്ചാൽ പൊളിയാണ്. അപ്പം അമ്മച്ചി കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും അപ്പച്ചൻ്റെ കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ അറിയാൻ. ചായ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കും. അപ്പച്ചൻ അതുപോലെ അറിയാൻ പാടില്ല. അപ്പം അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു ഞങ്ങൾ ആമ്പിള്ളേരാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള സർവൈവൽ ആയിട്ടുള്ള കുക്കിംഗ് അറിയാമെന്നുള്ളത്. ചെറുപ്പം മുതലേ നമ്മളെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അതൊക്കെ ചെയ്യിക്കുമായിരുന്നു. സർവൈവൽ അല്ലേ, കുക്ക് ചെയ്യാൻ അറിയാന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം. ദുബായിൽ ഇരിക്കണം, കേരളത്തിന് കൂടുതൽ മലയാള റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലം ദുബായ്. കരാമലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെ സൗത്ത് ഇന്ത്യൻ ഫുഡ്. സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലം ദുബായ്. ഈ സോബാങ് ഇവിടുത്തെ ചായ എനിക്ക് തോന്നുന്നു യു എയിൽ കിട്ടുന്ന ഏറ്റവും നല്ല ചായ ഇവിടുത്തെ. കുക്ക് ചെയ്യുമ്പോഴേ സ്നേഹത്തോടെ കുക്ക് ചെയ്യണം, വെറുതെ ആർക്കോ വേണ്ടി കുക്ക് ചെയ്തിരിക്കണം. എന്നോട് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഷെഫിനോട് പറഞ്ഞു കാര്യം, അജേഷ് എന്നാണ് പുള്ളിയുടെ പേര്. എപ്പോഴും ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യണം, ജോലിയായിട്ട് കണ്ട് ചെയ്യരുത്. ഇതാണ് ഏതൊരു ഷെഫിൻ്റെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുക, സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്ന ആളായിരിക്കും. അത് തന്നെയാണ് എനിക്ക് അതിൻ്റെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്തുമായിരിക്കും. ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എന്താണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു തരാനായിട്ട് അത് ഭയങ്കര പാടാണ്. എല്ലാവരുടെയും പാലറ്റ്, എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫുഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ അവൻ ഫുഡിനെ പറ്റി അവർക്കും അറിയാൻ പറ്റത്തില്ലായിരിക്കും, എന്നാൽ പോലും തെറ്റായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ക്യാബേജ് എടുത്ത് വെച്ചിട്ട് ലെറ്റ്യൂസ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഈ കുക്കിംഗ് അറിയാത്തവരെയും കുക്കിംഗ് പഠിപ്പിച്ച ഒരാളാണ്. ആംഗ്രി ഷെഫ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സത്യത്തില് എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ ഷെഫിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബിക്കോസ് വളരെ എളുപ്പത്തിൽ നമുക്ക്, അതായത് ബാച്ചിലേഴ്സിന് കുക്കിംഗ് ഒട്ടും അറിയാത്ത ആൾക്കാരെ വരെ ഒന്ന് കുക്കിംഗ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ശരിയല്ലേ? തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചിലപ്പോൾ കുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് അതിൽ, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയതിൽ. യെസ്, വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു സാധനം അതൊന്നും എനിക്ക് കേൾക്കണമെന്നുണ്ട്. അപ്പൊ എനിക്ക് ഇന്റർവ്യൂ കുറച്ച് എനർജി വരും. പെട്ടെന്ന് തുടങ്ങാം. സെറ്റ്. ഇപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇപ്പം കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഷെഫ്, അപ്പൊ ആളുടെ പേര് തന്നെ കുറച്ച് വെറൈറ്റി ആണ്, ആംഗ്രി ഷെഫ്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് കിച്ചൺ സമയത്ത് തന്നെ നമുക്ക് ഈ ഷെഫുമാർക്കിടയിൽ ഒരു കോൺവെർസേഷൻ ഭയങ്കര രസമായിട്ട് പോകും കിച്ചന്റെ അകത്ത്. അപ്പൊ അങ്ങനെ കുറെ ഇരട്ട പേരുകളൊക്കെ വരാറുണ്ട്. അങ്ങനെ വന്ന പേരാണ് ഈ ആംഗ്രി ഷെഫ്. അങ്ങനെ വന്നതാ ഏകദേശം തന്നെ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് പ്രൊഫഷണൽ കിച്ചന്റെ അകത്ത് ആസ് എ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് എൻ്റെ വോയിസ് കുറച്ച് ലൗഡാണ്. ഞാൻ ലൗഡായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്ക് ഞാൻ ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും ചൂടാണ് എന്നുള്ള ഇത് ഉണ്ടായിരുന്നു, മീൻസ് ലൗഡാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എങ്ങനെയോ ഒരു പേര് വന്നു. ഞാൻ കേട്ടപ്പോൾ കൊള്ളാം, ഒരു രസമുള്ള പേരാണ് ആംഗ്രി ഷെഫ്. ഞാനിപ്പോൾ ഒരു ടാറ്റു ചെയ്തു എൻ്റെ പേരിൽ, ആംഗ്രി ഷെഫ് ടാറ്റു ചെയ്തു. ഞാൻ തന്നെ എനിക്ക് പേരിട്ടു ആംഗ്രി ഷെഫ്. അങ്ങനെ വന്നു. പിന്നെ ലേറ്റർ ഓൺ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എന്ത് പേര്
അപ്പോൾ ഇൻ ഫ്യൂച്ചർ എൻ്റെ ഒരു പ്രൊജക്റ്റാണ് ആംഗ്ലി ഷെഫ്സ് കിച്ചൺ എന്നുള്ള എൻ്റെ ഓൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിനൊരു ഇൻ ഫ്യൂച്ചർ ഒരു ഇതായിക്കോട്ടെ, അതായത് നമുക്ക് നല്ലൊരു അറിയണം, നമ്മൾ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മൾ അറിയാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വിചാരിച്ച പേജ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പേജാണ്. പിന്നെ ഇത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആകുന്നുള്ളൊരു ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് വീഡിയോസ് നമ്മൾ അറിയണം എന്ന രീതിയിൽ തുടങ്ങിയതാണ്. ബട്ട് ഇപ്പം ഇങ്ങനെ പോകുന്നു, അതാണ് സത്യം. ഇതിപ്പം എല്ലാ കാര്യങ്ങളും പാഷൻ, ഇപ്പൊ ഈ കുക്കിംഗ് ആണെങ്കിലും ഞാൻ കേട്ടത് വെച്ചിട്ട് ഒട്ടും പാഷൻ ഇല്ലാതെ കുക്കിങ്ങിലേക്ക് വന്ന ആള് ഇത്രയും പാഷനേറ്റ് ആയിട്ട് ഈ കുക്കിംഗ് ഫോക്കസ്. പാഷൻ ഇല്ലാതെ എന്നല്ല, ആക്ച്വലി ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര ഇലക്ട്രോണിക്സ് ഭയങ്കര താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫാദർ ദുബായിൽ ചെന്ന്, പുള്ളി അവിടെ ചെന്ന് കണ്ട് കിച്ചണിൽ വർക്ക് ചെയ്തു, ഷെഫായി. അപ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തോട്ട് പോകണം, അതായിരുന്നു ലാസ്റ്റ് അൾട്ടിമേറ്റ്. എവിടെയെങ്കിലും ദുബായിൽ എത്തണം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ അപ്പച്ചൻ അവിടെ ഉള്ളതുകൊണ്ടും ചേട്ടൻ പഠിച്ച് ഷെഫായിട്ട് പോയി. ഫാമിലി ആയിട്ട് ഷെഫ്. അപ്പച്ചൻ ചേട്ടൻ ഞാൻ എല്ലാവരും സെയിം പ്രൊഫഷൻ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ അപ്പച്ചനും ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തത്, ഹിൽട്ടണിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ചേട്ടനെ കൊണ്ടുപോയപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ പഠിച്ച് എനിക്കും പോകാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി കോഴ്സ് തിരഞ്ഞെടുത്തത്. കുക്കിംഗ് പണ്ട് ഇഷ്ടമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. തിരഞ്ഞെടുത്ത് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് ബുച്ചറിയിലായിരുന്നു. ബുച്ചറി എന്ന് പറഞ്ഞാൽ മീറ്റ് ആണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നീട് എപ്പോഴോ ഒരു സമയത്ത് ഹോട്ട് കിച്ചണിലേക്ക് എത്തി. ബട്ട് ആഫ്റ്റർ അവിടെ എത്തിയ ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. ഇപ്പം ഇവിടെ എടുക്കുന്നു. ശരിക്കും ഇപ്പൊ ആംഗ്ലി ഷെഫിന്റെ വീഡിയോ കാണുന്നവർക്ക് ശരിക്കും ആരാണ് ആംഗ്ലി ഷെഫ്? അല്ലെങ്കിൽ ജോൺ എന്നാണ് പേര്, എങ്കിലും നമ്മുടെ വായിൽ അത് ആംഗ്ലി ഷെഫ് വരാ. അപ്പം ജോൺ ചേട്ടാ എന്താണ്, എവിടെയാണ് ടൈസൺ? ഓക്കെ ഓക്കെ, ടൈസൺ എന്ത് ചെയ്യണു? അല്ലെങ്കിൽ ഇപ്പൊ ഷെഫാണെന്ന് അറിയാം, ഇവിടെ വർക്ക് ചെയ്യണു, ഇപ്പം നാട്ടിൽ എവിടെയാണ്, ഇപ്പൊ നാട്ടിൽ വന്നിട്ടുള്ളത്? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്, UAE-യിൽ ദുബായ് എയർപോർട്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, ദുബായ് ഇന്റർനാഷണൽ ഹോട്ടൽ DIH. അവിടെ എക്സിക്യൂട്ടീവ് ഷെഫാണ് ഹോട്ടലിൽ. നാട്ടിലെ കൊച്ചി മൂലംകുഴി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര്, അവിടെയാണ് വീട്, അവിടെയാണ് ജനിച്ചു വളർന്നതല്ല. ഇതിപ്പോ ഒത്തിരി പേര് കമന്റ്സ് വരുന്നത്, ഉണ്ടാക്കിക്കോ, എന്തിനീ കഴിച്ചു കാണിക്കണേ? കാരണം വീട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് കഴിക്കുന്നതിന് ഒരു സ്റ്റൈൽ ഉണ്ട് കേട്ടോ, അത് ഞങ്ങൾക്ക് കൊതി വരും. ഇതിൽ ഇപ്പൊ ഞാൻ പറയാം, ഈ ലാസ്റ്റ് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എന്റെ പടത്തിന്റെ പേരെന്തായിരുന്നു? റൈഫിൾ ക്ലബ്. അല്ല, അയാളുടെ ഡയലോഗ് പറയും, നമ്മൾ മാങ്ങ എറിഞ്ഞിട്ട് അത് കഴിക്കുമ്പോഴേ എന്റെ ഇത് കിട്ടുള്ളൂ. അതേപോലെയാണ്, ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോഴാണ് ഞാൻ സാറ്റിസ്ഫൈ ആവുന്നത്. ഇപ്പൊ ഷെഫ് വരുന്ന സമയത്ത് ഞാൻ ബാച്ചിലറായിട്ട് ഞങ്ങൾ PG-യിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് രാവിലെ ഉച്ചക്ക് വൈകിട്ട് ഇങ്ങനെ തരംതിരിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് എങ്ങനെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാം, അങ്ങനെ റെസിപ്പി പറയാമോ? 3 നേരത്തെ ഫുഡ്. രാവിലെ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് പ്രോട്ടീൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കും നല്ലത്. ഏറ്റവും നല്ല ഓട്സ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഉപ്മാവ് ടൈപ്പ്, അതിലെന്തെങ്കിലും പ്രോട്ടീൻ ആഡ് ചെയ്യാം. ചിക്ക് പീസോ അല്ലെങ്കിൽ പീനട്ട്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. അതുണ്ടാക്കി വെച്ചാൽ 2 ദിവസത്തേക്ക് ഇരിക്കും, എടുക്കുക, ചൂടാക്കുക, കഴിക്കുക. ഇപ്പം ലഞ്ച് റെസിപ്പി ഞാൻ കുറേ ചെയ്തിട്ടുള്ളതാണ്. ബാച്ചലർ റെസിപ്പി ബീഫ് കറിയോ? അല്ല, ബീഫ് എടുക്കുക, ഓണിയൻ, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി, കറി ലീവ്സ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി തിരുമ്മ കുക്കറിൽ വെക്കുക. ഒരു 5 വിസിൽ, 5-6 വിസിൽ കഴിഞ്ഞു, കറി റെഡിയായി. ഞാൻ അതിൽ വേറെ ചെയ്യാനില്ല, ഒന്നുമില്ല, സിമ്പിൾ, എളുപ്പത്തിന്. ഇനി വൈകിട്ടേക്ക് ഡിന്നർ എന്താ കഴിക്കേണ്ടത്? ഡിന്നർ നോൺ വെജ് ആയതുകൊണ്ട് ഒരു വെജ് റെസിപ്പി. എനിക്ക് താല്പര്യമില്ല. ഫേവറേറ്റ് നോൺ ആണ്. ഞാൻ കൂടുതൽ, ഞങ്ങളറിയാം, ഞാൻ കൊച്ചി കടലിൽ തിരക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ 3 നേരം ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്. സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫിഷ്, ചോറ് മീൻ കറി, ലഞ്ച് ചോറ് മീൻ കറി, രാത്രി ചോറ് മീൻ കറി. സൺഡേ നമുക്ക് ബീഫ് മസ്റ്റാണ്, ബീഫ് പുട്ട്. അതൊരു ഇപ്പം സൺഡേയിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മെനു ഒക്കെ എല്ലാം ഫിക്സഡാണ്, അതൊന്നും മാറാറില്ല. സൺഡേ രാവിലെ ആണെങ്കിൽ പുട്ട് ബീഫ്, അത് പള്ളി പോണ മുമ്പ് വരുമ്പോൾ കഴിക്കുക. അത് ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ് കറി വെക്കത്തില്ല. ബീഫ് നമ്മൾ സാറ്റർഡേ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കറി ലീവ്സ് ബോയിൽ ചെയ്യും. ഇപ്പം എല്ലായിടത്തും കിട്ടും ഈ ഉപ്പിലും ഇറച്ചി എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ ജനിച്ച കാലം കൊണ്ട് കഴിക്കുന്നതാണ്. അതും പുട്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നടക്കുക. ഉച്ചയ്ക്ക് ഞങ്ങളുടെ ബീഫ് വിന്താലു, ഞങ്ങൾ വിനാരി ഇറച്ചി എന്നാണ് പറയാറ് കൊച്ചി ഭാഗത്തോട്ട്. അത് ബീഫ് വിന്താലു, ക്യാബേജിൻ്റെ ഒരു തോരൻ, ഒരു മോര് കറി, അച്ചാർ, ചോറ്. ഇതാണ് ആ ഒരു ഫിക്സഡ് റെസിപ്പി അല്ലെങ്കിൽ മെനു ആണ്. അത് മാറാറില്ല, വളരെ കുറച്ച് രീതിയിലേ മാറാറുള്ളൂ. ഷെഫിന്റെ ഇന്റർവ്യൂല് വായിൽ വെള്ളം വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫിഷ് ഭയങ്കര, ഇപ്പൊ കൊച്ചി നല്ല ഫിഷ് ഭയങ്കരമായിട്ട് കൊച്ചിയിൽക്കാരായതുകൊണ്ട് തന്നെ ഫിഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ഫിഷ് റെസിപ്പി ഒന്ന് പറയുകയാണെങ്കിൽ? തേങ്ങ അരച്ചിട്ടാണോ തേങ്ങയില്ലാതെ? മുളക് മതി. നിങ്ങൾക്ക് എന്ത് വേണം? തേങ്ങ അരച്ച് വേണോ, തേങ്ങ അരക്കാത്ത വേണോ? തേങ്ങ അരച്ചത് വേണോ? ഏറ്റവും സുഖമാണ് തേങ്ങ. അതിനകത്തേക്ക് ഇപ്പം എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഗാർലിക് ഉപയോഗിക്കില്ല. കുറച്ച് ജിഞ്ചർ, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ചെറിയ ജീരകം, ഫൈൻ പേസ്റ്റ് അരക്കുക. ആ അരപ്പ് ചട്ടിയിലേക്ക് ഇടുക. ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം ഒഴിക്കുക. കുടംപുളി അല്ലെങ്കിൽ മാങ്ങ,
കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് കീറിയത്, തിളപ്പിക്കുക. ലൈറ്റായിട്ട് ബോയിൽ ആകുമ്പോഴേക്കും എന്ത് ഫിഷാണോ അത് ഇടുക, കുക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു 6 to 8 minutes കുക്ക് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ഉലുവ പൊടിച്ചിടുക. വെളിച്ചെണ്ണകത്ത് ഉലുവയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് മേലിടുക. അത്രേ ഉള്ളൂ കറി. സിമ്പിൾ. തേങ്ങ അരച്ച ഫിഷ് കറി റെഡി. എളുപ്പത്തിൽ പല വേരിയേഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും ഗാർലിക് ഇടില്ല ഫിഷ് കറിയുടെ വീട്ടിലൊന്നും. ജിഞ്ചറും ഗ്രീൻ ചില്ലിയാണ് മീൻ കറിക്ക് പോകുന്നത്. മുളക്, അതായത് നമ്മൾ അത് എന്താ പറയുക, മുളകിട്ട് വെക്കുവാണെങ്കിൽ അതിലാണ് ഗാർലിക് ഇടുന്നത്. പിന്നെ കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ, മീൻ തിളപ്പിച്ചതെന്ന് പറയും. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ഫിഷ് കറി. അത് ഇതുപോലെ കൂടുതൽ ജിഞ്ചർ, ചെറിയുള്ളി വേണം, കറിവേപ്പിലിന്റെ വായി വെള്ളം വരുന്നത്. ഇതെല്ലാം കൂടി ചതയ്ക്കും, നല്ലോണം ക്രഷ് ചെയ്യും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മൂപ്പിക്കും. സൂപ്പർ സ്മെല്ല് വരും. സ്മെല്ല് വരുമ്പോഴേക്കും അതിനകത്തേക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. അതിൻ്റെ അകത്തേക്ക് തക്കാളി കുറച്ച് കൂടുതൽ വേണം. തക്കാളി വെന്ത് പോകേണ്ട ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് കുക്ക് വരുമ്പോഴേക്കും കുറച്ച് വിനാഗിരി അതിട്ടിട്ട് കുറേ വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. ഇത് ആക്ച്വലി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിന്നായിരിക്കും, രസം കിടക്കുന്ന പോലെ കിടക്കും. അതിലേക്ക് ഏറ്റവും ഫ്രഷ് ഫിഷ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഇതുണ്ട്, മീൻകറി വെക്കുന്നത് 2 ടൈമിലാണ്. ഇപ്പം ഉച്ചയ്ക്ക് മീൻ മേടിക്കുന്നെങ്കിൽ തേങ്ങ അരച്ച് വെക്കും. പക്ഷെ കല്ല് പണ്ട് പുറത്തായിരുന്നല്ലോ, അപ്പോൾ അരച്ച് വെക്കാൻ വേണ്ടി ടൈം എടുക്കുന്നതുകൊണ്ട് തേങ്ങ അരച്ച് മീൻകറി വെക്കും. വൈകിട്ടാണെങ്കിൽ മീൻ തിളപ്പിക്കത്തുള്ളൂ. അപ്പോൾ വൈകിട്ടാണ് മീൻ കൊണ്ടുവരുന്നെങ്കിൽ നേരെ മീൻ തിളപ്പിക്കലാൻ, ഒറ്റത്തളയെന്നൊക്കെ പറയും ചിലർ, ഒറ്റത്തളയെന്ന് പറയും, തിളപ്പിക്കുക എന്ന് പറയും. അങ്ങനെ അത് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടത് ഫ്രഷ് ഫിഷ് ആയിരിക്കണം. ഇതിൽ വേറെ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഫിഷ് ചെറുതായിട്ട് പഴകിയാലും ടേസ്റ്റ് അറിയാൻ പറ്റും. കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത് ഈ മിക്സഡ് ആയിട്ടുള്ള മീൻ കിട്ടും. ഞങ്ങളുടെയൊക്കെ വല വലിക്കുമ്പോഴേക്കും ഒരു കോരി തന്നെ പല മീനടിക്കും. ചെമ്മുള്ളനുണ്ടാവും, മാലനുണ്ടാവും, എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ചൂട് ചോറും മിക്സ് ചെയ്ത് കഴിച്ചാൽ പൊളിയാണ്. ഇപ്പം നമ്മളിപ്പോ കൊച്ചിയിലാണല്ലോ, ഇപ്പൊ കൊച്ചിക്കാരനായതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഒത്തിരി സ്ഥലങ്ങളുടെ ഈ പറഞ്ഞ നൊസ്റ്റാൾജിക് ഫുഡൊക്കെ നമ്മൾ റീൽസ് കാണുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എന്തായാലും ഇവിടെ പോയിട്ട് കഴിക്കണം എന്ന് ചിന്തിക്കും. നമ്മളിവിടെ കൊച്ചിയിൽ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഷെഫ് പോയിട്ട് കഴിച്ചിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഇന്നൊരു റെസിപ്പി ഉണ്ട്, ഇത് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇന്ന ഹോട്ടലിൽ കഴിക്കണം എന്ന് പറയാം. ഇപ്പൊ ഞാൻ വന്നിട്ട് കഴിച്ചതിൽ 2-3 ഉണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ട് കഴിച്ചതിൽ കൊച്ചി മുണ്ടമ്പേലിക്ക് പോകുന്ന വഴി അത്തിപ്പുഴ എന്ന സ്ഥലമുണ്ട്. അവിടെ ഈശപ്പഞ്ചേൻ്റെ കട എന്ന് പറയും, ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് പുട്ടും ബീഫും കിട്ടും. രാവിലെ ഒരു 8-9 o'clock പോയിട്ടുണ്ടെങ്കിൽ 60 രൂപ ബീഫ് കറിക്ക്, 10 രൂപ പുട്ട്, 10 രൂപ ചായ, 80 രൂപക്ക് വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ പുട്ടും ബീഫും ഭയങ്കര ടേസ്റ്റാണ്. അതാ വലിയതൊന്നും പ്രതീക്ഷിക്കുന്നത്, സാധാരണ ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, താല്പര്യമില്ല. പക്ഷെ അത്രയ്ക്ക് തിരക്കുള്ള സ്ഥലമാണ്. അപ്പോൾ ലോക്കലി ഭയങ്കര ഫേമസ് ആണ്. ബട്ട് ആ പുട്ടും ബീഫും അടിപൊളിയാണ്. തോപ്പുംപടി കഴിഞ്ഞിട്ട് പോളക്കണ്ടം മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് CNC അങ്ങനെ എന്തോ ആണ്. ഓൾമോസ്റ്റ് ഒരു 100 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റാണ്. അത് കൂടുതൽ പഴക്കം ഉണ്ടാകും. അവിടെ വൈകിട്ട് കിട്ടുന്ന മസാല ദോശ, അവിടുത്തെ ചായ, പിന്നെ രാവിലെ കിട്ടുന്ന ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം സവാള ബജി എന്ന് പറയും. ഞങ്ങൾ സവാള വടയാണ്, ഞങ്ങൾ കൊച്ചിക്കാർ സവാള ബജി എന്ന് പറയുന്നത്. അതും ചായ ഭയങ്കര ടേസ്റ്റ്. അതൊന്നും ആദ്യം ആരും എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അത് രണ്ടും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ. ഓക്കെ, ഞങ്ങൾ പോയി കഴിക്കുന്നതായിരിക്കും. ഇപ്പൊ ഷെഫ്മാർക്ക് ഒരു റെസിപ്പി കൂട്ടുണ്ടാവും, അതായത് എപ്പോഴും ഒരു രഹസ്യക്കൂട്ട് എന്നൊക്കെ പറയും. ആ ഒരു കൂട്ട് മസാലകളൊക്കെ പൊടിച്ചിട്ട് ചില കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കല്ലോ, അങ്ങനെ ഒരു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. രഹസ്യക്കൂട്ടൊന്നും ഇല്ല. എല്ലാവരും പലർക്കും പറയുന്നുണ്ട് അവർക്ക് സ്വന്തം റെസിപ്പീസ് ഉണ്ട്, അത് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. അതൊന്നും അതിലൊരു കാര്യമില്ല. റെസിപ്പി പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അല്ലാതെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ആ പാഷൻ ആ ലവോടെ ഒരു കുക്ക് ചെയ്യുക, ടൈം എടുത്ത് കുക്ക് ചെയ്യുക. ഈ കുക്ക് ചെയ്യുന്നതിന് 2 കാര്യമുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയേണ്ട ഈ സിമ്പിൾ റെസിപ്പി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് കറി എന്ന് പറഞ്ഞത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിലിട്ട് കുക്ക് ചെയ്യുന്നതും അത് തന്നെ ഒരു ചട്ടിയിലിട്ട് കുക്ക് ചെയ്യുന്നതും രണ്ടിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഈ ഓണിയൻ സോട്ടേ ആകുന്ന സ്റ്റേജസിന് ഓണിയൻ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, എല്ലാ റെസിപ്പീസിലും നമ്മൾ ഉപയോഗിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഓണിയൻ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത് തന്നെയായിരിക്കും. ബട്ട് കറിയുടെ ടേസ്റ്റ് മാറി മാറി വരും. എന്തുകൊണ്ടാണ്? അതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണിയൻ എത്ര ലെവൽ വരെ കുക്ക് ആകുന്നുണ്ടെന്ന് വരും. ഓണിയൻ നമ്മളൊരു ജസ്റ്റ് ഹൈ ഫയറിൽ സോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണിയൻ ഒരു ടേസ്റ്റാണ്. സ്ലോ ഫയറിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണിയൻ്റെ വേറൊരു രുചി കിട്ടും. ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണിയൻ്റെ ടേസ്റ്റ് മാറും. അത് ഫുൾ മാഷ് ആക്കി അതിന് വേറെ രുചിയായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മസാലാസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അങ്ങോട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പൊടികൾ കുറച്ച് കൂട്ടും അല്ലെങ്കിൽ കുറക്കും. ബട്ട് എല്ലാത്തിലും ഓൾമോസ്റ്റ് നമ്മുടെ റെസിപ്പീസിൽ എല്ലാത്തിലും തന്നെ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. വളരെ ഇതിൽ മാത്രമേ അങ്ങോട്ടും മാറി വരത്തുള്ളൂ. ഇപ്പൊ ഒരേ ഡിഷ് തന്നെ ഇപ്പൊ 2 പേരുണ്ടാക്കിയ ഒരാളുടെ ടേസ്റ്റ് കൂടും, ഒരാളുടെ ചിലപ്പോൾ കുറയായിരിക്കും. അതിനുള്ള റീസൺ ഇതാണോ, അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാൻ ഒരു പൊടിക്കൈ എന്തെങ്കിലും? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലെല്ലാം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ റെസിപ്പി ക്രിയേറ്റ് ചെയ്ത് വെക്കും.
SOP റെസ്റ്റോറൻറ്റിൽ അറിയാമല്ലോ, നമ്മളൊരു ആരുണ്ടാക്കിയാലും ആ ഫുഡ് അങ്ങനെ തന്നെ കിട്ടണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള SOPs നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു മെനു ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്പീസ് ചെയ്ത് ഫൈനൽ ടേസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും. അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇത്ര നേരം കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്ര നേരം കുക്ക് ചെയ്യാം. ഒരു സോസ് 3 hours കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3 hours കുക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ടൊമാറ്റോ സോസ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഹൈ ഫയറിലിട്ട് ബോയിൽ ചെയ്യുന്നതും ലോ ഫയറിലിട്ട് കുക്ക് ചെയ്യുന്നതിന് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഹൈ ഫയറിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഫ്ലേവർ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ലോ ഫയറിലിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പം ഷെഫ്മാരൊക്കെ പൊതുവെ അവരുടെ ജോലി കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം കുക്ക് ചെയ്യാൻ മടിയുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരു അമ്മയോ വൈഫോ എന്തെങ്കിലും കുക്ക് ചെയ്യട്ടെ. ശരിയാണ്. വീട്ടിൽ നിന്ന് ഒരാൾ ഭക്ഷണം കഴിക്കാൻ നല്ല സുഖമുള്ള കാര്യമില്ല. നമ്മൾ ജീവിക്കേണ്ട കാലിനിട്ട് ഇരിക്കുക, ഫുഡ് തരിക, നമ്മൾ കഴിക്കുക, അടിപൊളി പരിപാടിയല്ലേ. പക്ഷെ ഉള്ളിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ ഈ ഷെഫ്മാരെ കല്യാണം കഴിക്കുമ്പോൾ അവർ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പം അവരെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിരിക്കും കാത്തിരിക്കുക. സോ അങ്ങനെ എങ്ങനെയാ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാ? വീട്ടിൽ ഞാനും കുക്ക് ചെയ്യും, വൈഫ് കുക്ക് ചെയ്യും, മമ്മി ഉണ്ടാകുമ്പോൾ മമ്മി കുക്ക് ചെയ്യും. നമുക്കൊരു ചേച്ചി ഉണ്ട് വീട്ടിൽ, പുള്ളിക്കാരത്ത് നല്ലോണം കുക്ക് ചെയ്യും. പുള്ളിക്കാരത്തെ ഫിഷ് പിക്കിളൊക്കെ നല്ല അടിപൊളിയാണ്, പുള്ളിക്കാരത്ത് ചെയ്യും. അമ്മേൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി അതല്ല, എല്ലാവരും കുക്ക് ചെയ്യും. വീക്കെൻഡ് ആണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ കുക്ക് ചെയ്യും. വീക്കെൻഡ് ഓഫ് ആകുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും വീഡിയോൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്കും അതൊരു എൻജോയ്മെൻ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ട്രെസ് ഇത് കളയുന്നത്. ഓക്കെ. ഈ ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ സ്ട്രെസ് പോകുന്ന പറയുന്നല്ലേ, കുക്ക് ചെയ്തിട്ട് ഭക്ഷണം സ്ട്രെസ് പോകും സത്യം. അതെ. ഞാൻ ഭയങ്കരമൊക്കെ മൂടോട്ടായിട്ട് ഇരിക്കുമ്പോഴേക്കും ഞാൻ നല്ലൊരു കൂർക്കൻ ബീഫോ അല്ലെങ്കിൽ നല്ല മീൻ കറി കൂടി ചോറ് കഴിച്ചിട്ട് ഇതെല്ലാം മാറും. സന്തോഷം. ഇപ്പൊ ഡയറ്റ് ചെയ്യുന്ന ആൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ കുറച്ചും കൂടി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ കൊതിയും വരും. ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ചോദിച്ചാൽ ചിക്കൻ സ്റ്റൂ ചെയ്യാം. ആക്ച്വലി കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് സ്റ്റൂ ചെയ്യുമ്പോഴേക്കും ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം. അതിനകത്ത് തന്നെ എന്തെങ്കിലും ലെൻറ്റിൽസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ റെഡ് കിഡ്നി ബീൻസോ അല്ല ചിക്ക് പീസോ അതെല്ലാം ആഡ് ചെയ്തിട്ട് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം. പ്ലസ് അതിനകത്ത് ഓട്സ് ആഡ് ചെയ്യാം. നമുക്ക് അതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ബ്രോക്കോളി, കോളിഫ്ലവർ എല്ലാം ഹൈ പ്രോട്ടീൻ കണ്ടുള്ള വെജിറ്റബിൾസോ അത് ആഡ് ചെയ്യാം അതിനകത്ത്. അത് ബ്രൗൺ റൈസോ റെഡ് റൈസിൻ്റെ ഉള്ളിൽ പെയർ ചെയ്യാം. അല്ല, കാർബ്സിൻ്റെ ലെവൽ എപ്പോഴും കുറക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഔട്ട് ചെയ്യാനായിട്ട് ആരും പറയാറില്ല. മിക്ക എല്ലാ ഡയറ്റീഷ്യൻസും പറയുന്നത് കാർബ്സ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന റെസിപ്പി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള റെസിപ്പിയാണ്. ഇപ്പൊ ഷെഫ്മാർക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ? കാരണം നിങ്ങൾ എപ്പോഴും കുക്ക് ചെയ്യും, അത് ടേസ്റ്റ് ചെയ്യും. ഫോളോ ചെയ്യും ഞാൻ 6 ദിവസം. അത് കഴിഞ്ഞാൽ മാറും. 7 ദിവസം ഞാൻ ചോറ് ചോറില്ലാണ്ട് പറ്റില്ല. ചോറ് എനിക്ക് ഒരു വീക്ക്നെസ് ആണ്. നമ്മളിപ്പോ കുക്ക് ചെയ്യുന്നത് ഷെഫിന്റെ റെസിപ്പീസ് കണ്ടിട്ടാ, വീഡിയോസ് കണ്ടിട്ടാ. ഷെഫ് വേറെ ആരെങ്കിലും റെസിപ്പീസ് കണ്ടാ അങ്ങനെ ട്രൈ ചെയ്തൊക്കെ കുറെ നോക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പിൽ വരുമ്പോഴേക്കും ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആണെങ്കിൽ നമുക്ക് ചെയ്യാറുണ്ട്. ചെയ്തൊക്കെ പരമാവധി പറയാറുണ്ട് ഇങ്ങനെ കിട്ടിയതാണെന്ന്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെങ്കിലും നല്ല റെസിപ്പി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ ലേഡീസ് ഉണ്ട്. അവർ സ്ഥിരം കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ റെസിപ്പി നല്ലതാണെങ്കിൽ ചെയ്യും. അതിനൊന്നും ഒരു തെറ്റില്ലല്ലോ. എപ്പോഴും നല്ല റെസിപ്പി കണ്ടാൽ ചെയ്യുന്നില്ല എന്താ തെറ്റ്? ഞങ്ങളൊരു ബാച്ചിലർ സാമ്പാറാണ് ഞങ്ങളൊക്കെ ചെയ്യാറ് കണ്ടിട്ട്. ഇപ്പൊ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് പറയാം. ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആയിരിക്കും, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ ആയിരിക്കും. ആ വെജിറ്റബിൾ വെച്ചിട്ട് ഒരു റെസിപ്പി ഒരു പെട്ടെന്നൊക്കെ പറയണം. ഓക്കെ. ചേന ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ളതാണോ? ചേന ഒരു റെസിപ്പി പറഞ്ഞാൽ മതി. ചേന ചെമ്മീനും മെഴുക്ക് പുരട്ടി. അതെങ്ങനെ ഉണ്ടാക്കും? അതെങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഞ്ചർ ഗാർലിക് ചെറിയ ഉള്ളി. ചേന ആദ്യം അമ്മച്ചിക്കാണെങ്കിൽ ചേന ആദ്യം വേവിക്കും. ചേനയും ചെമ്മീനും പച്ചമുളക് ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി ചേന വേവിക്കാം. ചേന വേവുന്ന വയ്ക്കുക. ഈ ചെമ്മീനിട്ട് വേവിക്കുമ്പോഴേക്കും കൊച്ചി ഭാഗത്തൊക്കെ പ്രത്യേകത എല്ലാ പച്ചക്കറികളും ചെമ്മീൻ. ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. എന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ഇല്ലാതെ പച്ചക്കറി വെക്കാനായിട്ട് വീട്ടുകാർക്ക് അറിയാൻ പാടില്ല. ഞങ്ങളുടെ നാട്ടിൽ അതായത് സദ്യക്ക് വരുന്ന പച്ചക്കറി, അതായത് നമ്മുടെ ഈ അവിയൽ അതെല്ലാം മാത്രമാണ് നമ്മൾ ചെമ്മീനിടാത്തത്. ബാക്കി അച്ചിങ്ങ, ബീൻസ്, ക്യാരറ്റ്, പൊട്ടറ്റോ എല്ലാത്തിനും അത് ചെമ്മീനിടും. ചെമ്മീനൊരു സ്റ്റേപ്പിളാണ്. അതായത് 365 ദിവസവും ഞങ്ങൾ ഫ്രിഡ്ജിൽ ചെമ്മീൻ ഉണ്ടാവും. അത് ചെമ്മീൻ ചെയ്യുന്ന ചെമ്മീൻ വാങ്ങിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെമ്മീൻ പറ്റിക്കാന്ന് പറയും. ചെമ്മീനും പച്ചമുളകും കറിവേപ്പില ചെമ്മീൻ പറ്റിച്ച് വെച്ചേക്കും. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീനും ഈ കുറച്ച് സ്റ്റോക്കും കൂടി എടുത്തിട്ടാണ് ഈ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന എല്ലാ വെജിറ്റബിളിലും ഈ ചെമ്മീൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ വെജിറ്റബിളും ഈ ഞാൻ പറഞ്ഞ ഈ റെസിപ്പിയിൽ ചെയ്യാം. മെഴുക്ക് പുരട്ടുക എന്നുള്ളതുണ്ടല്ലോ, പറഞ്ഞ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ചെറിയ ഉള്ളി, ഇതെല്ലാത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഫ്ലേവറും ചെറിയ ഉള്ളിയാണ്. ഈ ക്രഷ് ചെയ്ത ചില്ലി എല്ലാം കൂടി ചതയ്ക്കുക, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇടുക, സോട്ട് ചെയ്യുക, ഈ വേവിച്ച സാധനം ഇടുക, മിക്സ് ചെയ്ത് കഴിഞ്ഞു. അത്ര ഉള്ളൂ. എല്ലാ പച്ചക്കറിയും ചെയ്യാം. ഇതേ റെസിപ്പി തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പൊട്ടറ്റോ ചെയ്യാം, ചേന ചെയ്യാം, കൂർക്ക ചെയ്യാം, അച്ചിങ്ങ അതായത് പയറ് ചെയ്യാം,
എല്ലാത്തിനും സെയിം റെസിപ്പി. ഇതിപ്പോ ഞാൻ കൊച്ചി വന്നപ്പോഴാണ് ഈ ഒരു ഡിഷ് ഭയങ്കര സർപ്രൈസ് ആയി. ഞാൻ വീട്ടിൽ വിളിച്ചു, അമ്മ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കുക്ക് ചെയ്യണേ. അതുപോലെ വേറെ ഏതെങ്കിലും ജില്ലയിൽ പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുണ്ടാക്കുന്ന ഒരു കുക്കിംഗ് റെസിപ്പി കണ്ട് ഞെട്ടിയിട്ടുണ്ടോ? ഞാൻ അധികം കേരളത്തിൽ ട്രാവൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ചേച്ചി ഉണ്ടാക്കുന്ന വീട്ടില് ഞാൻ റെസിപ്പിയോട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വെണ്ടയ്ക്കയും കാഷ്നട്ടും കൂടി പുള്ളിക്കത് ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട് അതിന്റെ. വെണ്ടയ്ക്കയുടെ അകത്ത് കാഷ്നട്ടും കൂടി കുക്ക് ചെയ്യുന്നത്. അത് നല്ല ഇഷ്ടമാണ്. അത് മെഴുക്കുവരട്ടി തന്നെയാണ്, ബട്ട് അതിനകത്ത് കാഷ്നട്ടും കൂടി ആയിട്ട് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുത്തൊരു വെജിറ്റബിൾ വഴുതനങ്ങ. വഴുതനങ്ങ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ചോദിക്കണം. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഒരു റെസിപ്പി. വഴുതനങ്ങ ആക്ച്വലി ഇപ്പൊ അറബിക്കിലൊക്കെ ഒരു ചട്നി ടൈപ്പ് വരും. വഴുതനങ്ങ നേരെ ഹോൾസ്, വലിയ വഴുതനങ്ങ ആണെങ്കിൽ ഹോൾ പോക്കി ഇതിലൊന്ന് ഗാർലിക് സ്റ്റഫ് ചെയ്ത് അത് തീയിൽ കാണിച്ച് ചുട്ടെടുക്കും. ചുട്ടെടുത്ത് ചുട്ട് തന്നെ കുക്ക് ചെയ്യും. അത് കവർ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നെല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് മാഷ് ചെയ്തിട്ട് അതിനകത്തേക്ക് ചോപ്പ് ചെയ്ത ഓണിയൻ, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത് അതന്നെ ഈ കൊൽക്കട്ടയിലാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം വരുന്നത്. അത് നല്ലതാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനുകൂടെ തന്നെ ടൊമാറ്റോ വേണമെങ്കിൽ ചാടി ഇത് ആഡ് ചെയ്യാം. അത് കണ്ടപ്പോൾ ചട്ടി. ഇതിപ്പോ പുറത്തൊരു ഡിഷ് ആണല്ലോ. ഇപ്പൊ പുറത്ത് പോവാണെങ്കിൽ നമ്മൾ മറ്റു കൺട്രിയിൽ പോവാ, ഇപ്പൊ ദുബായിൽ പോവാ, അവിടെ നമ്മൾ മസ്റ്റ് ആയിട്ട് കഴിക്കേണ്ട റെസിപ്പി ഉണ്ടോ? ദുബായിലൊക്കെ എല്ലാ ഇന്റർനാഷണൽ ഫുഡാണ്. ദുബായിൽ എനിക്ക് കേരളത്തിൽ കൂടുതൽ മലയാള റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലം ദുബായ് ആയിരിക്കും. കരാമലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബിൽഡിങ്ങിന്റെ താഴെ സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നതിനേക്കാളും നല്ല സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന സ്ഥലം ദുബായ്. അതെന്തുകൊണ്ടാ കുക്കിംഗ് രീതിയിൽ ഒരു ചേഞ്ചസ്? എങ്ങനെയാ അത് പറയുന്നത്? എന്തുകൊണ്ടാ റെസ്റ്റോറൻറ്റ്സ് കൂടുതലാണ്? അല്ല, ടേസ്റ്റ് കുറച്ച് കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. ഞാനിവിടെ അത് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. കരാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് ദുബായിൽ, UAE കരാമ. അങ്ങോട്ട് നമുക്ക് ഉച്ചയ്ക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഒരു 100, 200, 300 റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഈ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഫുൾ ആയിരിക്കും വീക്കെൻഡ്സിൽ. സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ല ഇന്ത്യൻ ഫുഡ് അവിടെ അത്ര ഫേമസ് ആണ്. ചില റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതിലെടുത്ത് പറയേണ്ടത് സോപാനം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ശ്രീനാരായണ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്, കടവ്, കുറേ ഉണ്ട്. നമ്മുടെ അങ്കമാലിക്കാരൻ്റെ കട, കുറേ റെസ്റ്റോറൻറ്റ്സ് വരുന്നുണ്ട്. എല്ലാത്തിലും ചിലപ്പോൾ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഞാൻ നല്ല പറയുന്നത്. അവിടെ കിട്ടുന്ന ഓരോ ഫുഡ് അത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഈ സോപാനം എന്ന് പറഞ്ഞ ഇവിടുത്തെ ചായ എനിക്ക് തോന്നുന്നു UAE കിട്ടുന്ന ഏറ്റവും നല്ല ചായ ഇവിടുത്തെ ആയിരിക്കും. എങ്ങനെ ഒരു നല്ല ചായ ഉണ്ടാക്കാം? അത് ഭയങ്കര പാടാണ്. അത് പുള്ളിക്കത്തിന് വെച്ചാൽ പറഞ്ഞത് പുള്ളിക്കത്ത് എക്സ്പെർട്ട് ചായ വരില്ല. എങ്കിലൊരു ഇപ്പൊ ചായ ആണല്ലോ, നമ്മൾ എന്തൊക്കെ കുക്ക് ചെയ്ത് ആദ്യം നമ്മൾ ചായ എന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഈ ചായ നന്നായിട്ട് എങ്ങനെ കുക്ക് ചെയ്യാം? സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പാടാണ് ചായ. ഞാൻ അങ്ങനെ ചായ ഉണ്ടാക്കാറില്ല. നല്ല പാൽ ഉപയോഗിക്കുക, നല്ല ചായപ്പൊടി ഉപയോഗിക്കുക. ഇപ്പൊ ചില നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 7 വട്ടം തിളക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നല്ല ചായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ചായ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പാല്, ഒരു ഗ്ലാസ് പാലിന് ഒരു 3/4 ഗ്ലാസ് വെള്ളം. നമ്മൾ ഉപയോഗിക്കുന്ന പാല് അൾട്രാബാബിയാണ്, മാറ്റാറില്ല. അത് മാറ്റില്ല. ചായപ്പൊടി ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും, അവിടെ നിന്ന് വാങ്ങത്തില്ല. അപ്പം ചായ ഭയങ്കര വീക്ക്നെസ് ഞങ്ങൾക്ക്. അപ്പം നല്ല ചായ കിട്ടണം, ചായപ്പൊടി കൊണ്ടുപോകും. പുള്ളിക്കാരത്തിനാണ് ചായ ഉണ്ടാക്കുന്നത് സ്ഥിരമായിട്ട്. കുറച്ച് നേരം കൂടുതൽ തിളപ്പിക്കും. പരമാവധി ആ ടീയുടെ ഫ്ലേവർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കുടിക്കാറ് ചായ. റെസിപ്പി ഒന്നും പറയാൻ പറ്റില്ല. എങ്കിലും ചായ ഉണ്ടാക്കുന്നത് ഒരു കഴിവാണെന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു അതൊരു ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അവിടുത്തെ സോബാന്ന സ്ഥലത്ത് റോഷൻ എന്നാ പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന ചായ. ഷെഫിന് ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ ആയിരിക്കും കൂർക്ക. എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് കൂർക്ക പറയുമ്പോൾ എനിക്ക് ഇഷ്ടം തോന്നുന്നു. കൂർക്ക വെച്ചിട്ട് ചെമ്മീൻ, കൂർക്ക ചെമ്മീൻ. ഈ കൂർക്ക ചെമ്മീൻ അല്ലാതെ പിന്നെ കൂർക്ക പോർക്കിൻ്റെ അകത്തിട്ടോ ബീഫിനകത്തിട്ടൊക്കെ വെക്കാം. അല്ല, ഞങ്ങൾ കൂർക്ക ചെമ്മീൻ വറുത്തരച്ചത് ഭയങ്കര ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞാൽ കൂർക്കയും ചെമ്മീനും ഇട്ട് ബോയിൽ ചെയ്യുക, തക്കാളി ഇടാൻ അതിൻ്റെ അകത്ത്, എന്നിട്ട് വറുത്തരപ്പ് ഉണ്ടാക്കാം. തേങ്ങയും മുളകും മല്ലിയെല്ലാം കൂടെ വറുത്തരച്ചിട്ട് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ്, നല്ലൊരു കറിയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ആൺകുട്ടികൾ പെൺകുട്ടി കുക്കിംഗ് പഠിച്ചിരിക്കണം എന്നൊരു നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ സർവൈവൽ അല്ലേ, കുക്ക് ചെയ്യാൻ അറിയാന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതിനൊരു കാരണം ഞാൻ പറയുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ 3 പേരുണ്ടായിരുന്നു. ആ ഒരു 3 പേരും ചെറുപ്പം മുതൽ കുക്ക് ചെയ്യും. എൻ്റെ വീട്ടിൽ അപ്പച്ചൻ ഷെഫ്, പിന്നെ ഷെഫായ ആളാണല്ലോ. അപ്പച്ചൻ അമ്മച്ചി കല്യാണം കഴിച്ച് വരുമ്പോഴേക്കും അപ്പച്ചൻ്റെ കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ അറിയാൻ ആളാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഞാനും അപ്പച്ചനും, അതായത് വീട്ടിൽ അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾ 3 പേരാണ് പിള്ളേർ. ഉള്ള സമയത്ത് അമ്മച്ചിക്ക് ഒരു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ ഒരു ചായ കിട്ടും. ചായ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിരിക്കും. അപ്പച്ചൻ അതുപോലെ അറിയാൻ പാടില്ലായിരുന്നു. അപ്പച്ചൻ പിന്നെ UAE പോയിട്ട് അവിടെ നിന്ന് പഠിച്ച ആളാണ്, ജോലി പഠിച്ച് അങ്ങനെ ഷെഫായ ആളാണ്. അപ്പം അമ്മച്ചിക്ക് നിർബന്ധമായിരുന്നു ഞങ്ങൾ ആൺപിള്ളേരാണെങ്കിലും ബേസിക് ആയിട്ടുള്ള സർവൈവൽ ആയിട്ടുള്ള കുക്കിംഗ് അറിയണം എന്നുള്ളത്. ചെറുപ്പം മുതലേ നമ്മളെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കി അതൊക്കെ ചെയ്യിക്കുമായിരുന്നു. ഇപ്പൊ ഒരു ഷെഫായ നിലയിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ ഭയങ്കര ഒരു ഹാപ്പി തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടോ ലൈഫിൽ? കുറെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു മൂമെന്റ് ഒന്നും അല്ല, നാട്ടുപേരമായിട്ട് മീറ്റ് ചെയ്തത്. അത് ആക്ച്വലി ഞാൻ വേറൊരു ഇവന്റിന് വേണ്ടി പോയതാണ്. പുള്ളി എൻ്റെ ഒരു ഭയങ്കര ഇതായിട്ടുള്ള പേഴ്സണാണ്. ഞാൻ അങ്ങനെ എന്താ പറയുന്നത് ഇത് ചെയ്യുന്ന ഒരാളാണ്.
പുള്ളിക്കാരൻ അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയത് വലിയൊരു കാര്യം. ഉം. വേറെ ഇവന്റിന് പോയിട്ട് പറയുന്നത് പുള്ളി വരുന്നുണ്ടെന്ന്. ഉം. പുള്ളി ഒന്ന് വെയിറ്റ് ചെയ്ത് കണ്ട് സംസാരിച്ച് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോകുന്നു. ഓ അടിപൊളിയായിരുന്നു. ആൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് ഇല്ലില്ല, നമ്മളത് വേറെ പുള്ളി ഇന്റർനാഷണൽ ഒരു ഷോ ആയിരുന്നു, അതിനുവേണ്ടി വന്നതാണ്. ഉം. അന്ന് മീറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുള്ള കാര്യം. സന്തോഷമുള്ള കാര്യം. പിന്നെ പ്രമോഷൻ കിട്ടുമ്പോൾ ഓൾറെഡി നമുക്ക് സന്തോഷമായിരിക്കും. ഓരോ പോസ്റ്റ് മാറുമ്പോഴേക്കും സന്തോഷമായിരിക്കും. പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ആർക്കെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഇന്ന ആൾക്ക് ഒരു കുക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഒരു മൊമെന്റ് ഉണ്ടോ? അങ്ങനെ അധികം ഉണ്ടായിട്ടില്ല. ഇല്ല. ഇല്ല, അങ്ങനെ ഒരാൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാനും താല്പര്യം. ഉം. ആർക്കും കൊടുക്കുന്ന എനിക്ക് ഇഷ്ടമൊന്നുമില്ല. ഇല്ല. ഇല്ല, ഞാൻ എന്നിട്ട് ഇങ്ങനത്തെ ശരിക്കും Cook പറഞ്ഞാൽ ചെയ്ത് നമുക്ക് കഴിക്കുക. കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുക്ക് ചെയ്യുമ്പോഴേ സ്നേഹത്തോടെ കുക്ക് ചെയ്യണം. വെറുതെ ആർക്കോ വേണ്ടി കുക്ക് ചെയ്യാതിരിക്കലും. വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടുകാർ കഴിക്കാനുള്ളതാണ് നല്ല ഓർമ്മയിൽ, നമുക്കും കൂടി കഴിക്കാനുള്ളത് ഇതിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഉം. എന്തോ കാണിച്ച് ചെയ്ത് വെച്ചിട്ട് പോരുന്നുള്ളതാണ് എൻ്റെ ഇത്. എപ്പോഴും എന്നോട് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ട്രെയിനിങ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഷെഫിനോട് പറഞ്ഞ കാര്യം, അജേഷ് എന്നാണ് പുള്ളിയുടെ പേര്, എപ്പോഴും ഉള്ളിൽ നിന്ന് കുക്ക് ചെയ്യണം. ഉം. ജോലിയായിട്ട് കണ്ട് ചെയ്യരുത് നല്ലതാണ്. ഉം. നിങ്ങളൊരു ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോഴും ജസ്റ്റ് ജോലിയായിട്ട് കൊടുക്കുക എന്നല്ലാതെ അത് സ്നേഹത്തോടെ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് സ്നേഹമൊക്കെ കൂട്ടി നമ്മുടെ അമ്മമാരെ മുഹബത്തൊക്കെ ഇട്ട്. മുഹബത്തൊക്കെ ഇട്ട് ശരിക്കും അത് ഷെഫ്മാരത് നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഈ കിച്ചന്റെ അകത്തുള്ള ഈ കോൺവെർസേഷൻസ് എങ്ങനെയായിരിക്കും? ഇന്റർനാഷണൽ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഓരോ സെക്ഷൻസ് ഉണ്ടാവും. ഉം. ഞാൻ നേരെ ഒരു മീറ്റ് ഒരു സ്റ്റേക്കാണ് നമ്മൾ സെർവ് ചെയ്യുന്നതെങ്കിൽ ഉം. മീറ്റ് കുക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു സെക്ഷൻ ഓൺലി ഫോർ മീറ്റ് ആയിരിക്കും. അയാൾ എന്ന് പറഞ്ഞാൽ മീറ്റ് കുക്ക് ചെയ്യണം. ഉം. അപ്പോൾ ഒരു ഓർഡർ വരുവാണ്, ഓക്കെ, ഒരു റിബൈ സ്റ്റേക്ക് ഓർഡർ, ആരാണോ പാസ്, അതായത് HF അല്ലെങ്കിൽ ആരാണോ സീനിയർ ആയിരിക്കും പാസിൽ നിൽക്കുന്നത്, പുള്ളിയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. ഉം. അല്ലെങ്കിൽ പുള്ളിയാണ് ഫുഡ് പ്ലേറ്റ് ചെയ്യുന്നത്. ഉം. പുള്ളി ഒരു ഓർഡർ വിളിക്കുവാണ്, ഓക്കെ, സ്റ്റേക്ക്. ഉം. അപ്പോൾ സ്റ്റേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന ആൾ, മീറ്റ് ചെയ്യുന്ന ആൾ പറയും, ഓക്കെ, സ്റ്റേക്ക് ഇൻ 3 minutes, ഔട്ട് ഇൻ 3 minutes അല്ലെങ്കിൽ 4 minutes എന്ന് പറയും. അത് 3 മിനിറ്റിനുള്ളിൽ സ്റ്റേക്ക് ഓൺ ദ പാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഇപ്പോഴത്തെ ആൾ അതിൻ്റെ സൈഡ്സ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗാർണിഷസ് പോകും. ചിലപ്പോൾ പൊട്ടേറ്റോ ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, അത് ചെയ്യാൻ വേണ്ടി ഒരു സെക്ഷൻ ഉണ്ടാവും, സോസ് ചെയ്യാൻ വേണ്ടി വേറെ ആളുണ്ടാവും. ഇതെല്ലാം സെയിം ടൈമിൽ ടേബിളിൽ വരണം. അതാണ് എൻ്റെ റാപ്പോ. അപ്പോൾ ഷെഫ് ഓക്കെ ഗാർണിഷ് എന്ന് പറയുമ്പോഴേക്കും ഗാർണിഷ് ടേബിളിൽ വന്നു, വെച്ച് കൊടുത്ത് നമ്മൾ കഴിഞ്ഞു. ടേബിളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഷെഫിൻ്റെ ജോലിയാണ് പ്ലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഷെഫ് ആദ്യം തന്നെ എന്താണ് ഗാർണിഷ് അത് പ്ലേറ്റ് ചെയ്ത് മീറ്റ് വന്നു, ഗാർണിഷ് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് കയറി കഴിഞ്ഞെങ്കിൽ നമ്മൾ അധികം സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ സർവീസിൽ. നല്ലൊരു കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും ആഫ്റ്റർ നമ്മൾ പരമാവധി ഡിന്നറെല്ലാം നേരത്തെ കഴിക്കും. ഒരു 5:30 to 6 നമ്മൾ ഡിന്നർ കഴിച്ച് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ബൈ 6:30 ഓൺവേർഡ്സ് പ്രോപ്പർ ഓർഡേഴ്സ് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് ജോലി ഇല്ലെങ്കിൽ കൂടി നമ്മൾ നമ്മുടെ സ്റ്റേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷനിൽ സെറ്റായിരിക്കും. ഡിസിപ്ലിൻ ഭയങ്കര മസ്റ്റാണ്. നല്ലൊരു കിച്ചന്, അങ്ങനെ സർവീസ് ചെയ്യുന്ന കിച്ചന് ഡിസിപ്ലിൻ ഭയങ്കര മസ്റ്റാണ്. ഇപ്പോൾ ഷെഫ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ഷെഫ് എന്നൊരു രീതിയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉസ്താദ് ഹോട്ടൽ എന്നൊരു സിനിമ റിലീസ് ആവുന്നത്, അന്ന് ദുൽഖർ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ കിച്ചൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് ആ ഒരു ജോബ്, ഓക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമല്ലേ, ഈ രീതിയിലാണെങ്കിൽ കുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അന്ന് ഒരുപാട് ഷെഫ്മാർ അത് റീലായിട്ട് കട്ട് ചെയ്ത് സ്റ്റാറ്റസ് വരെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ ലൈഫ് അവർ കാണിക്കണേ. ശരിക്കും ഉസ്താദ് ഹോട്ടലൊക്കെ കാണിക്കുന്ന പോലെ തന്നെയാണ് ഒരു ഷെഫ്. പക്ഷെ അതില് കുറച്ചുണ്ട്, കുറച്ച് നല്ല സീൻസ് ഉണ്ട്. എല്ലാം ഒറിജിനൽ ആണെന്ന് പറയുന്നത്. അങ്ങനെ ഒറിജിനൽ ഇത് പറയുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് മൂവീസ് കുറേ ഇറങ്ങിയിട്ടുണ്ട്. ബേൺഡ്, 100 ഫുഡ് ജേർണി, അതെല്ലാം പ്രോപ്പർ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്ന ഓപ്പറേഷൻസ് കാണിക്കുന്നത്. അതാണ് കുറച്ചും കൂടി കിച്ചൻ്റെ അകത്ത് സ്റ്റോറീസ്. അങ്ങനെ മലയാളത്തിലൊരു സിനിമ ഇറങ്ങിയിട്ടെങ്കിൽ തോന്നുന്നില്ല പ്രോപ്പർ ഒരു കിച്ചൻ്റെ അകത്തുള്ള ഇത് കാണിക്കുന്ന സ്റ്റോറീസ് മലയാളത്തിൽ തന്നെ ഇല്ല. ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം സാമ്പാർ, അവിയൽ, അത് അച്ചാർ മുഖ്യം. ഇപ്പൊ സാമ്പാർ റെസിപ്പി നമ്മൾ കണ്ടു. അവിയലിൽ തന്നെ എന്തൊക്കെ വെറൈറ്റീസ് നോക്കും? ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന നോർമൽ അവിയലാണ്. ആദ്യം വലിയ പരിപാടിയൊന്നുമില്ല, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുക, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വാഴ മൂടി വേവിക്കുക. തേങ്ങനകത്ത് ജീരകം, മഞ്ഞൾപ്പൊടി ഇട്ട് ചതച്ചിട്ട് തേങ്ങയും ഇട്ട് മൂടി വെക്കും. മിക്സ് ചെയ്ത് തൈരും വെളിച്ചെണ്ണ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് തിരുമ്മി ഉടയ്ക്കും. അതും കൂടി ഫിനിഷ് ചെയ്യും. അതാണ് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി. ഇപ്പം വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് മുമ്പിൽ ഒരു സ്വപ്നം ഉണ്ടല്ലോ, സോ അതിന്റെ ഒരു റെസ്റ്റോറൻറ്റ് അത് ചെയ്യും, ഇൻ ഫ്യൂച്ചർ വരും. അത് തന്നെയാണ് അൾട്ടിമേറ്റ് പ്ലാൻ. അതാണ് നമ്മുടെ ഡ്രീം. ഏതൊരു ഷെഫിൻ്റെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുക, സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നുള്ളതായിരിക്കും. അത് തന്നെയാണ് എൻ്റെ, അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, എത്തുമായിരിക്കും. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് സ്റ്റാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ടാവും. ശരിക്കും നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവരുടെ വീഡിയോ കണ്ടിട്ടാണ് ആ ലൊക്കേഷൻ. ഓക്കെ. പലപ്പോഴും നമ്മൾ അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫുഡ് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന ആളുകൾ
അവിടുത്തെ ഫുഡ് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും, നമുക്ക് ചിലപ്പോൾ വർക്കാവില്ല. എങ്ങനെ ഇത് അവർ ചെയ്യുന്ന, ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ഭക്ഷണം കഴിച്ച് അവരിഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആണ് നമുക്ക് പറഞ്ഞു തരണേ. അപ്പം അതെങ്ങനെയാ ഷെഫ് കാണുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ടേസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. എന്താണ് ടേസ്റ്റ് എന്ന് പറഞ്ഞു തരാനായിട്ട് അത് ഭയങ്കര പാടാണ്. എല്ലാവരുടെയും പാലറ്റ്, എല്ലാവരുടെയും ടേസ്റ്റ് ബഡ്സ് ഡിഫറെൻ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കില്ല ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. പിന്നെ പറയാനുള്ള കാര്യം, ചെയ്യുന്ന ആൾക്കാർ അതിനെപ്പറ്റി കുറച്ചും കൂടെ അറിഞ്ഞ് പഠിച്ചിട്ട് ചെയ്യുക. പഠിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഫുഡ് എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ അതെന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നൊരു കാര്യമാണ്. ചിലപ്പോൾ അവൻ ഫുഡിനെ പറ്റി അവർക്കും അറിയാൻ പറ്റത്തില്ലായിരിക്കും, എന്നാൽ പോലും തെറ്റായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത്. ക്യാബേജ് എടുത്ത് വെച്ചിട്ട് ലെറ്റ്യൂസ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനകത്ത് ലെറ്റ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെച്ചേക്കുന്ന സാധാരണ ക്യാബേജ് ആയിരിക്കും, അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് അത് പഠിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ പോകുമ്പോഴേക്കും എനിക്ക് നല്ല ഫുഡ് ചിലപ്പോൾ കിട്ടും. അപ്പോൾ അത് എൻ്റെ വീഡിയോയിട്ടായിരിക്കും അടുത്തൊരാൾ പോകുന്നത്. അവന് ചിലപ്പോൾ ആ ഫുഡ് സെയിം ഫുഡ് കൊടുക്കില്ല. അത് റെസ്റ്റോറൻറ്റ്സിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി അവർ കീപ്പ് ചെയ്യാനായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലതെന്ന് പറഞ്ഞിട്ട് പിന്നെ തെറിയേക്കുന്നത് നമ്മൾ തന്നെയാണ്. അവർ നിങ്ങൾ പറഞ്ഞിട്ട് അവിടെ പോയത്, പക്ഷേ അവിടുത്തെ ഫുഡ് വളരെ മോശമായിരുന്നു. ഈ വ്ളോഗേഴ്സ് ആണെങ്കിലും റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് ആണെങ്കിലും അത് റെസ്റ്റോറൻറ്റ് ആ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, സർവീസ് അങ്ങനെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുക, എല്ലാവർക്കും ഒരേപോലെ തന്നെ. പ്ലസ് വ്ളോഗേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടി പഠിച്ചിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ നോക്കാം. അപ്പോൾ ഒരുപാട് സന്തോഷം, എനിക്ക് ഒത്തിരി റെസിപ്പീസ് കിട്ടി. ഇനിയും പുതിയ പുതിയ റെസിപ്പീസ് വീഡിയോസ് ചെയ്യാം, ഞങ്ങൾ കാത്തിരിക്കുകയാണ് അതൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങൾ ചെയ്തോളൂ.